ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഴ്സ്. നമുക്കറിയാം, നല്ല ചിന്തകൾ നല്ല റിസൾട്ട് തരുമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും തരിക. സോ എല്ലാത്തിൻ്റെയും തുടക്കം എന്തെങ്കിലും ഒരു തോട്ടിൽ നിന്നായിരിക്കും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോൾട്ടി തിങ്കിങ് അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ കുറിച്ചാണ്. പറഞ്ഞു വരുമ്പോൾ ലോ സെൽഫ് എസ്റ്റീമിൽ തുടങ്ങി ആങ്സൈറ്റി, ഡിപ്രഷൻ മുതൽ പല ടൈപ്പ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറാഷണൽ ആയിട്ടുള്ള, എക്സാജറേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ തന്നെയാണ്. എന്ത് നമുക്ക് മാറ്റിയെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. സോ ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ഫോൾട്ടി തിങ്കിങ്സ്, നമ്മുടെ തെറ്റായിട്ടുള്ള, നമ്മുടെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള ചിന്താഗതികൾ, അതിനെയാണ് നമ്മൾ ഇന്ന് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്നാമത്തെ ഫോൾട്ടി തിങ്കിങ് പാറ്റേൺ ആണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. ഇവിടെ നമ്മൾ എല്ലാം ഒരു എക്സ്ട്രീം സെൻസിലാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എല്ലാം നല്ലത് അല്ലെങ്കിൽ എല്ലാം മോശം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ എക്സാം ഫെയിലായി നിരിക്കട്ടെ, ആ എക്സാം ഫെയിൽ ആയതോടുകൂടി തന്നെ നമ്മളൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണ് എന്നങ്ങ് വിധി എഴുതുവാണ്. ആക്ച്വലി ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും നമ്മൾ അവിടെ എന്താണ് ചിന്തിക്കുന്നത്? ഈ എക്സാം എനിക്ക് കിട്ടിയില്ല, ഞാനൊരു ടോട്ടൽ ഫെയിലിയർ ആണ്. ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓവർ ജനറലൈസേഷൻ. ഒരൊറ്റ ഇവന്റിൽ നിന്നും, ഒരു സിംഗിൾ ഇവന്റിൽ നിന്നും നമ്മൾ ഒരു ബ്രോഡ് കൺക്ലൂഷനിലോട്ട് എത്തുവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഒരാൾ റിജക്ട് ചെയ്തു എന്നിരിക്കട്ടെ, അതോടുകൂടി നമ്മൾ അങ്ങ് തീരുമാനിക്കും ഇനി ആരും നമ്മളെ സ്നേഹിക്കില്ല, ആർക്കും നമ്മളെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല എന്നത് ഒരു ഓവർ ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ശരിക്കും അവിടെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒരു വ്യക്തി നമ്മളെ റിജക്ട് ചെയ്തെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ അനുയോജ്യമല്ല എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒത്തിരി പേര് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇനി ആരും നമ്മളെ സ്നേഹിക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെ തിങ്കിങ് ഫോൾട്ടി ആയിട്ട് മാറുന്നത്. അടുത്തൊരു ടൈപ്പ് ഫോൾട്ടി തിങ്കിങ് പാറ്റേൺ ആണ് മെന്റൽ ഫിൽറ്ററിങ്. അവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് മൊത്തം ഒരു 9 പോസിറ്റീവ് കമന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ ആ ഒരൊറ്റ നെഗറ്റീവ് കമന്റ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ് കമന്റിനെ മാത്രമായിരിക്കും നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുക. അതിനെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി 9 അപ്രീസിയേഷൻ കിട്ടിയിട്ട് ഒരു ക്രിറ്റിസൈസ് ആണ് വന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ആ ഒരു വ്യക്തിയുടെ കൺസെപ്റ്റ് വേറെ ആയിരിക്കാം എന്നൊരു ഗുഡ് ലെവൽ തിങ്കിങ്ങിലോട്ട് എത്തുന്നതിന് പകരം നമ്മൾ ആ ഒരൊറ്റ നെഗറ്റീവിലേക്ക് അടിച്ചു പിടിച്ച് കിടക്കുമ്പോൾ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്, അതായത് ആൾക്കാർ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാലും പോസിറ്റീവ് കമന്റ്സ് തന്നാലും നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്തത് അത്ര ശരിയായിട്ടൊന്നും അല്ല, പക്ഷെ അവരെൻ്റെ അടുത്ത് വളരെ നൈസായിട്ട് പെരുമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നെക്കുറിച്ച് അവർ പോസിറ്റീവ് കമന്റ്സ് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നതാണ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ഫോൾട്ടി തിങ്കിങ് പാറ്റേൺ ആണ്. അടുത്ത് വരുന്നതാണ് ജമ്പിങ് ടു കൺക്ലൂഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു കൺക്ലൂഷനിലോട്ട് ഓടി എത്തുവാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈൻഡ് റീഡിങ്. ഇപ്പോൾ ഒരാൾ നമ്മുടെ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അവർക്ക് എന്നോട് ദേഷ്യമാണ്, അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. അതൊരു ജമ്പിങ് ടു കൺക്ലൂഷൻ്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഫോർച്യൂൺ ടെല്ലിങ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടത്തില്ലായിരുന്നു, ഓൾറെഡി നമ്മളങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുവാണ്. അതും ഒരു ഫോൾട്ടി തിങ്കിങ് ആണ്. അടുത്തൊരു നെഗറ്റീവായിട്ടുള്ള ചിന്താ രീതിയാണ് കാറ്റസ്ട്രോഫൈസിങ്. ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്ന ഇവന്റ്സിനെ കുറിച്ച് വളരെ വേസ്റ്റ് ആയിട്ട്, അവിടെ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് കളയും. ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ എനിക്കെല്ലാം അങ്ങ് നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള ഫോൾട്ടി തിങ്കിങ് പാറ്റേൺ ആണ് കാറ്റസ്ട്രോഫി. അടുത്തതാണ് ഇമോഷണൽ റീസണിങ്. ഇവിടെ നമ്മൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സിനെല്ലാം യാഥാർത്ഥ്യമാണ്, ഫാക്ട്സ് ആണെന്നങ്ങ് എടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വളരെ ആങ്ഷ്യസ് ആണ് എന്ന് പറഞ്ഞാൽ എന്തോ മോശമായിട്ട് നടക്കാൻ പോകുന്നതാണ്, ഞാനിപ്പോൾ ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുന്നത്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഒരു ഫോൾട്ടി തിങ്കിങ് ആണ്. മറ്റൊന്നാണ് ഷുഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും അൺറിയലിസ്റ്റിക് ഉള്ള ഡിമാൻഡ്സ് ഉന്നയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പെർഫെക്റ്റ് ആയിട്ടിരുന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ അൺവർത്തി ആയിട്ട് കാണും, അല്ലെങ്കിൽ വെർത്ത്ലെസ് ആയിട്ട് റിമൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ മറ്റുള്ളവരോടും മസ്റ്റും ഷുഡും ഒക്കെ ചേർത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുക എന്നുള്ളതാണ്. ഇത് ഒരു ലെവൽ ഓഫ് ഫോൾട്ടി തിങ്കിങ് ആണ്. മറ്റൊന്നാണ് ലേബലിംഗ്. എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ നമ്മൾ തന്നെ നമുക്ക് ലൂസർ എന്നൊരു ലേബൽ കൊടുക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരിലും അവർക്ക് എന്തെങ്കിലും ഒരു തോൽവിയോ മറ്റോ വരുമ്പോഴത്തേക്കും അവരൊരു ലൂസർ ആണ് എന്ന് നമ്മളൊരു ലേബൽ എഴുതി കൊടുക്കുകയാണ്. അതൊരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ആണ്. മറ്റൊരു ഫോൾട്ടി തിങ്കിങ് ആണ് പേഴ്സണലൈസേഷൻ. നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുക. എൻ്റെ ഫ്രണ്ട് സാഡായിട്ട് ഇരിക്കുവാണ്, ഞാൻ എന്തോ ചെയ്തുകൊണ്ടാണ്, ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ കാരണമാണ് അവൻ സാഡായിട്ട് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്.
ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ പോളിറ്റി തിങ്കിങ് വരുന്നു, നമ്മൾ എന്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ ആലോചിച്ച് കൂട്ടുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. പാസ്റ്റ് എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ട്രോമാസ് നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലിയർ അനുഭവിച്ചിട്ടുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ടാവും, ഒരുപാട് കളിയാക്കലും പരിഹാസവും ഇങ്ങനെയൊക്കെ നേരിട്ടാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സെൽഫ് വെർത്തും സെൽഫ് എസ്റ്റീം ഒക്കെ ലൂസ് ആവാം. മറ്റൊരു കാരണം കണ്ടീഷനിങ് വഴിയാവാം. അതായത് ലേൺഡ് പാറ്റേൺസ്, നമ്മുടെ ഫാമിലിയിൽ നിന്നോ കൾച്ചറിൽ നിന്നോ മീഡിയ വഴിയോ ഒക്കെ നമ്മൾ കണ്ടും കേട്ടും പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തോട്ടിനെ അഫക്റ്റ് ചെയ്യുന്നതുമാകാം. സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടി വരുന്ന സമയങ്ങളിലും നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നല്ലൊരു തിങ്കിങ് പാറ്റേണിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയാതെ വരും. പകരം ഇറാഷണലും എക്സാജറേറ്റഡും ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ ടിപ്സ് നോക്കാം, എങ്ങനെ നമുക്ക് ഈ പോളിറ്റി തിങ്കിങ് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ഒന്നാമത്തത് CBT ടെക്നിക്കിൽ ഉപയോഗിക്കുന്നതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. നമ്മുടെ ആ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ എന്താണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ തോട്ടിനെ നമ്മൾ ചലഞ്ച് ചെയ്യും. എന്നിട്ട് ആ തോട്ടിനെ ചലഞ്ച് ചെയ്ത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഈ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാമെന്നൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇവന്റിന് വളരെ മോശമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇവന്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കുവാണ്, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ, ഞാൻ ഇപ്പോഴും കാര്യങ്ങൾ മിസ് ചെയ്യാറാണല്ലോ പതിവ്. അവിടെ ഞാൻ അങ്ങനെ ചിന്തിച്ചതാണ് എൻ്റെ പോളിറ്റി തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യുവാണ്. ശരിക്കും ഞാൻ എപ്പോഴും മോശമായിട്ടാണോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക, മുമ്പൊക്കെ ഞാൻ കുറച്ചൊക്കെ നല്ല രീതിയിൽ എവിടെയൊക്കെ പ്രസന്റ് ചെയ്തിട്ടില്ലേ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ ആ തോട്ടിനെ ചലഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോട്ട് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യണം. ചില സമയം എനിക്ക് മിസ്റ്റേക്ക് പറ്റും, ആ പറ്റുന്ന മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട് എന്നൊരു തോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു തോട്ട് വെച്ചിട്ട് നമ്മുടെ ആദ്യം ഉണ്ടായ നെഗറ്റീവ് തോട്ടിനെ റീപ്ലേസ് ചെയ്യാം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ജേർണലിംഗ് ചെയ്യാം. നമ്മുടെ ഉള്ളിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് എഴുതാം. എഴുതിയിട്ട് നമുക്കതിനെ ലോജിക്കലി അനലൈസ് ചെയ്യാം. ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണോ ഞാൻ ആലോചിച്ച് കൂട്ടുന്നത്, ഈ ആലോചിക്കുന്നതിൻ്റെ അത്രയും തീക്ഷ്ണത ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് വേർതിരിച്ച് ലോജിക്കലി അനലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അടുത്തതാണ് തോട്ട് സ്റ്റോപ്പിംഗ്. അതായത് നെഗറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ സ്വയം പറയുക സ്റ്റോപ്പ്, ആ ചിന്ത ഇനി വേണ്ട, ഇനി കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് സ്വയം നമ്മളെ തന്നെ അവെയർ ചെയ്യും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് റിയാലിറ്റി ടെസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് വളരെയധികം ആൻഷ്യസ് ആവുന്നിരിക്കട്ടെ, ആ തോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ തോട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ആലോചിക്കുക. ഒരുപക്ഷെ നമ്മൾ എല്ലാ ടിപ്സും പരീക്ഷിച്ച് നോക്കി നമ്മളെ കൊണ്ട് സ്വയം നമ്മുടെ തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു CBT ട്രെയിൻഡ് തെറാപ്പിസ്റ്റിനെയോ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ തോട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരും. സിംപ്ലി ഫോൾട്ടി തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാർക്ക് ഗ്ലാസസ് വെച്ചിട്ട് ഈ വേൾഡിനെ വ്യൂ ചെയ്യും പോലെയാണ്. ശരിക്കുള്ള വേൾഡിനെ അല്ല നമ്മൾ കാണുന്നത്, നമ്മുടെ തോട്ട്സ് ആണ് അതിനെ ഡാർക്കർ ആക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫോൾട്ടി തിങ്കിങ് എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫോൾട്ടി തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഫോൾട്ടി തിങ്കിങ് ഉണ്ട്, എങ്ങനെ നമുക്ക് ഈ ഫോൾട്ടി തിങ്കിങ്ങിനെ കറക്റ്റ് ചെയ്യാം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഒക്കെ ഇതേപോലെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.